വെട്ടിക്കാട് ചന്ദ്രശേഖരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഗജവീരന്റെ ജഡത്തിൽ ആയിരങ്ങൾ അശ്രുപൂജ അർപ്പിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ആനപ്രേമികൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ ആൾക്കാരുടെയും പൊന്നോമനയാണ്. ആർക്കും ഒരു ഇതുമില്ല. എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ അവന് നല്ല സന്തോഷവും അവന് നല്ല സ്നേഹവുമാണ്. നമ്മുടെ ഒരു അംഗമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ്. 10-20 വർഷത്തേക്കുള്ള ഇതിലൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചെങ്ങന്നൂർ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കാനായിട്ട് പോയത്. അവിടെ ചെന്ന് അതിനെ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുകയായിരുന്നു. ക്ഷേത്രത്തിലെ പൊതുദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ ആനയെ അഞ്ചലിലേക്ക് കൊണ്ടുപോകും. രഘുനാഥ് നാരായണനും കണ്ണൻ നായരുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. രഘു, നോക്കൂ, ആനപ്രേമികൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി? ഇത്രയും അവശ നിലയിലുള്ള ഒരു ആനയ്ക്ക് എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിഞ്ഞതെന്നാണ്. ആര്യ, 1988 നാട്ടുകാർ വെട്ടിക്കോട് ചന്ദ്രശേഖരനെ അമ്പലത്തിൽ നടക്കിയിരിക്കുന്നത്. അതായത് ഏകദേശം 34 വർഷമായി ആ ക്ഷേത്രത്തിലെ സ്ഥിരം സാന്നിധ്യമാണ്. ആ നാട്ടുകാർക്കൊക്കെ സ്ഥിരം കാണാം. നമുക്ക് ആന വളരെ കൗതുകമുള്ള ഒരു വസ്തുവാണ്. ആനയെ കണ്ടാൽ ഒന്നും നോക്കാത്തവരായി ആരുമില്ല എന്ന് മാത്രവുമല്ല, ആനയോട് പലർക്കും വലിയ ആരാധനയും വിശ്വാസവും ഒക്കെയാണ്. ദൈവികമായ പരിവേഷം പോലും പലയിടത്തും ആനയ്ക്ക് നൽകുന്നുമുണ്ട്. 10-30 വർഷമായി ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആന ആയതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കൊക്കെ വളരെ വൈകാരികമായൊരു യാത്രയയപ്പാണ് ഗജവീരന് ചന്ദ്രശേഖരന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അവർക്കൊക്കെ ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആന ആയതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. നാട്ടുകാർ നടക്കിരുത്തിയാൽ പോലും അമ്പലത്തിലെ കാണിക്കയായിട്ടൊക്കെ കിട്ടുന്നതായതുകൊണ്ട് തന്നെ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആനയുടെ കസ്റ്റോഡിയൻ. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പല ക്ഷേത്രങ്ങളിലും പല ഉത്സവങ്ങളിലും ആനയെ എഴുന്നള്ളിപ്പിക്കാനായി വിട്ട് നൽകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകൾ പ്രകാരം 60 വയസ്സിൽ താഴെയുള്ളൂ. അതായത് 30-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് ഈ ആനയെ അവിടെ നാട്ടുകാർ നടക്കരുത്. എന്നാൽ ചില ആളുകൾ, ചില മൃഗസ്നേഹികളൊക്കെ പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിൻ്റെ വയസ്സ് തെറ്റായി പറയുന്നു എന്നുള്ളതാണ്. അത് ശാസ്ത്രീയമായി ആണ് തെളിയിക്കേണ്ടത്. നിലവിൽ രേഖകൾ പ്രകാരം 60 വയസ്സിൽ താഴെയുള്ളൂ. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ചന്ദ്രശേഖരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോയപ്പോൾ അവിടെയും ആന കുഴഞ്ഞു വീണിരുന്നു. എന്നിട്ടും വീണ്ടും ചെങ്ങന്നൂർ അമ്പലത്തിലേക്ക് ഉത്സവത്തിന് വേണ്ടി വിട്ടു എന്നുള്ളതാണ് ആരോപണം. എന്ന് മാത്രവുമല്ല, ഇന്നലെ രാവിലെയാണ് ചന്ദ്രശേഖരൻ കുഴഞ്ഞു വീഴുന്നത്. അതായത് ഇന്നലെ രാവിലെ ശീവേലി എഴുന്നള്ളത്തിനായി ആനയെ എഴുന്നള്ളിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പാപ്പാന്മാർ പഠിച്ച പടി 18 നോക്കിയിട്ടും ആന എഴുന്നേറ്റില്ല. നമുക്ക് പഴയ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടുന്ന് ആനയെ കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതും വിജയിക്കുന്നില്ല. ഈ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ മതിൽ കോമ്പൗണ്ടിനകത്തായിരുന്നു ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ക്രെയിൻ ഒന്നും ആ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ പിന്നീട് ഉച്ചയോടുകൂടി ആ മതിൽ പൊളിച്ച് വലിയ ക്രെയിൻ കൊണ്ടുവന്ന് ചന്ദ്രശേഖരനെ ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചന്ദ്രശേഖരൻ ഒന്ന് ഉയരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുൻഭാഗത്തെ കാലുകൾ കുത്തി അവനങ്ങ് ഇരിക്കുകയായിരുന്നു. പിന്നീട് എഴുന്നേറ്റിട്ടില്ല. എന്താണ് ആനയ്ക്ക് സംഭവിച്ചത്? ഇന്നലെ രാവിലെ തന്നെ നമ്മൾ അവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അവനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവിടെയുള്ള ആളുകളൊക്കെ, ധാരാളമായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്ക് എത്തി. ഈ നാട്ടാനകൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകൾ ഇങ്ങനെ മരിക്കുന്നത് അല്ലെങ്കിൽ ചരിയുന്നത് പതിവായിരിക്കുകയാണ്. ഈ സ്വാഭാവികമായി തന്നെ ആളുകളൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഈ മൃഗസ്നേഹികളൊക്കെ പറയുന്ന, സാധാരണ നിലയിലുള്ള സർക്കാർ ജീവനക്കാരന് 55 വയസ്സിൽ പെൻഷനാവും. ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെങ്കിൽ 60 വയസ്സിൽ പെൻഷനാവും. മറിച്ച് ഈ നാട്ടാനകളെ, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഭക്തർ നടക്കിരുത്തിയിരിക്കുന്ന ആനകളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേണ്ട രീതിയിൽ പരിചരണം നൽകുന്നില്ല. എന്ന് മാത്രമല്ല, ഇതിന് ഈ നീര് കാലത്തൊക്കെ വേണ്ട ചികിത്സയോ പരിചരണമോ ഒന്നും നൽകുന്നില്ല. ഇതിനെ ഒരു പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുന്നള്ളത്തിനൊക്കെ വേണ്ടി, കാശിന് വേണ്ടി കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, നോക്കൂ, ആ ദൃശ്യങ്ങളിൽ തന്നെ എത്രത്തോളം ആളുകൾ അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം വലിയൊരു യാത്രയയപ്പാണ് ശരിക്കും നൽകുന്നത്. 34 വർഷമായി ഈ നാട്ടുകാർ അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആനയാണ് വെട്ടിക്കാട് ചന്ദ്രശേഖരൻ. ആ ക്ഷേത്രത്തിലേക്ക് നിന്ന് പോയ സമയത്ത് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഇവിടുത്തെ നാട്ടുകാർ ആരും തന്നെ കരുതിയിരുന്നില്ല. കാര്യം ചരിഞ്ഞ് അതിൻ്റെ ജഡവുമായി ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അവിടുത്തെ നാട്ടുകാർ കരുതിയിരുന്നില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാരൊക്കെ തന്നെ ആ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുമ്പോൾ കണ്ണീരോടുകൂടി തന്നെയാണ് അവിടെ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ ഈ പൊതുദർശനം പൂർത്തിയാക്കും. ഇന്നലെ രാത്രിയാണ് ആനയെ
ആനയുടെ ജഡം ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം ഓരോ നിമിഷവും ആൾക്കാർ ഇങ്ങോട്ട് രാത്രിയൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ഉണ്ടായിരുന്നു. പല ആൾക്കാരും പോകാതെ അവൻ്റെ ജഡത്തിന് സമീപത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുമായി അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഏറെ അടുപ്പമുള്ള ഒരു വൈകാരിക ബന്ധമുള്ള രഘു നേരത്തെ സൂചിപ്പിച്ച പോലെ ആനയെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് നോക്കി പോകും, കാര്യം അതിൻ്റെ തലയെടുപ്പൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇത് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു ആനയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒട്ടേറെ ആൾക്കാർ ഇവിടേക്ക് എത്തി അന്തിമ ഉപചാരം അർപ്പിക്കാൻ. ഈ നാട്ടുകാർ മാത്രമല്ല, ഈ തീർച്ചയായും കണ്ണൻ പറയുന്നതുപോലെ ഒരു നാടിന്റെ മുഴുവൻ പ്രിയപ്പെട്ടവനായിരുന്നു. അവനാണ് ഇങ്ങനെ ഇത്രയും അവരെ വേദനയിൽ ആഴ്ത്തിക്കൊണ്ടാണ് അവന്റെ മടക്കം. അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ആനപ്രേമികളും ആ നാട്ടുകാരും ഒക്കെ ഉറപ്പിച്ചു പറയുന്നത്. രഘുവും കണ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്.